സ്പീഡില്ലല്ലേ? ഹലോ ഗൈസ്, ലക്കി സ്റ്റാർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആട്ടോ. അപ്പം ഞങ്ങളൊരു യാത്ര പോകുന്നു. ഞങ്ങൾ പോകുന്ന നേരം അപ്പം ഞങ്ങൾ വെളുപ്പിനെയാണ് ട്രാവൽ ചെയ്യാൻ എല്ലാവർക്കും എവിടെ പോകണം നമ്മുടെ ഞങ്ങളിതാ പോകുകയാണ് വയനാട്ടിലേക്ക്. രാവിലെ ഞാൻ ഓടെ കാണും വയസ്സ് ചോദിച്ചു നോക്കാം എവിടെയാ പോകുന്നത്. ഇടസേ എടോ, എവിടെയാ പോന്നെ? നീ എവിടെയാ പോന്നേന്ന്? വയനാട്ടിലാ? ആട്ടോടിയാ പോന്നേ? അപ്പായി മാത്രമേ ഉള്ളൂ, വേറെ ആരൊക്കെയാ വരുന്നേ? കുഞ്ഞാറ്റ എവിടെയാ പോന്നെ? കുഞ്ഞാറ്റ കുഞ്ഞാ അപ്പോൾ പിള്ളേർ പറഞ്ഞ പോലെ ഞങ്ങൾ നേരെ പോകുന്നു വയനാട്ടിലേക്ക്. അപ്പം ഞങ്ങളുടെ പപ്പ ഇവിടെ പള്ളിയിലാണുള്ളത്. അപ്പോൾ പപ്പായനെയും കൂട്ടിക്കൊണ്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പപ്പായനെ പ്രാർത്ഥിച്ചോ. അങ്ങനെ നല്ല മഴയൊക്കെ കേട്ടോ. രാവിലെ 2-3 ദിവസം ഞങ്ങൾ കുറേ ദിവസമായി യാത്ര പ്ലാൻ ചെയ്തു. മഴ ആയതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ നീട്ടിപ്പോയി. അവസാനം പിന്നെ ഓണാവധിക്കായപ്പോഴത്തേക്ക് ഞങ്ങൾ ഒറ്റപ്പോക്ക് എന്തായാലും മഴയാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ദിവസങ്ങളിൽ ഫുൾ മഴയായിരുന്നു. പോകുന്ന ഒരു ദിവസം തന്നെ കുറച്ചൊരു മഴ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ മഴയൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ വയനാട്ടിൽ ഞങ്ങൾ ഇടയ്ക്കുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കടയിൽ കയറി ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ വയനാട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ ആദ്യം കാണുമ്പോൾ ബനസുര ഡാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് പാർക്ക് ചെയ്യാൻ തന്നെ പാർക്ക് ചെയ്ത് അവിടുന്ന് കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ സ്പീഡ് ബോട്ടിലാണ് കയറിയത്. അപ്പം ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു സ്പീഡ് ബോട്ടാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഓടിക്കാൻ വേറൊരാളുണ്ട്. അങ്ങനെ ഞാനും ഇച്ചായും പപ്പായും മമ്മിയും ആങ്ങളെയും കൊച്ചും എല്ലാവരും കൂടെ അടിച്ച് പൊടിച്ച് ബോട്ടിൽ ആദ്യത്തെ ട്രിപ്പാണ് ഞങ്ങളുടെ വിനോദയാത്രയ്ക്ക്. ഫസ്റ്റ് ട്രിപ്പാണ്. നമ്മുടെ കടൽ അതേപോലെ എല്ലാ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിങ്ങിൽ ഞങ്ങൾക്കൊരു അരമണിക്കൂറോളം സമയമുണ്ടായിരുന്നു. ഒരുപാട് ടൈം ഞങ്ങൾക്ക് കിട്ടി. ആ സമയത്തൊക്കെ എന്തായാലും കറക്റ്റ് മഴ പെയ്തില്ല. അതിൻ്റെ മുമ്പും ഞങ്ങൾ ആ ചെന്ന സമയത്തെല്ലാം ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴയില്ലാതെ തന്നെ പിള്ളേർക്കും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. മഴ വരുന്നെങ്കിൽ പറയാനൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് 5 പേർക്കുള്ളൊരു ട്രിപ്പാണ്. പിന്നെ അതുപോലെ കൂടുതൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് വേറെ ബോട്ട് സർവീസുകൾ ഇവിടെ അവൈലബിളുമാണ് കേട്ടോ. സൂപ്പറാണോ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ കുഞ്ഞ? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് സർവീസ് കഴിഞ്ഞ് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ താഴോട്ട് വന്നപ്പോൾ അവിടെ കുറേ ഊഞ്ഞാലും പിന്നെ അവിടെ കുറേ ഓപ്പണിംഗ് ആവുന്നേ ഉള്ളായിരുന്നു. ഞങ്ങൾ കറക്റ്റ് 9:30 ആ സമയത്ത് ഞങ്ങൾ കറക്റ്റ് ചെന്നത്. അപ്പോൾ ഞങ്ങൾ ഊഞ്ഞാൽ ഉണ്ടായിരുന്നു, പലതരം ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കയറി ഞങ്ങൾ വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്ത ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആയിരുന്നു ബാണസുര ഡാം. ഇങ്ങോട്ട് നോക്കടേ ഇടൂ.
ചോദിക്ക്. അതുകൊണ്ട് പിള്ളേർക്ക് ഊഞ്ഞാലൊക്കെ കിട്ടി. പിള്ളേർ അവിടെ നിന്ന് തിരിച്ചു പോരുന്നില്ലായിരുന്നു. അവരെ പിടിച്ചു നിർത്തി ബലം പിടിച്ച് താഴോട്ട് ഇറക്കി പോന്നു. അത് കഴിഞ്ഞ് നല്ലൊരു വ്യൂ തന്നെയായിരുന്നു അവിടെ കാണാൻ. അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പച്ചപ്പ് നല്ല സൂപ്പർ ഒരു സ്ഥലം തന്നെയാണ് അവിടെ ബാണാസുര ഡാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയത് അവിടുന്ന് അടുത്ത് മാറിയിട്ട് അവിടെ ഒരു കാർ റേസിങ് തന്നെ ഉണ്ടായിരുന്നു. അതും നല്ലൊരു ആസ്വദിക്കാൻ പറ്റിയ കാറൊക്കെ നമുക്ക് ഓടിക്കാൻ അറിയത്തില്ലാത്തവർക്കും അങ്ങനെയുള്ള എല്ലാവർക്കും ഓടിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. അവിടെ കാർ റേസിങ് ഉണ്ടായിരുന്നു. അതും വളരെ സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. നേരെ അടുത്ത ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച് വൈത്തിരി പാർക്കിലേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈത്തിരി പാർക്കിലേക്ക് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ബാണാസുര ഡാമിൽ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് അവരുടെ ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജീപ്പിനാണ് ഞങ്ങളുടെ അവിടുന്ന് കുറച്ച് മുകളിലോട്ട് കയറാനുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ജീപ്പിലാണ് ഞങ്ങൾ കയറിപ്പോയത്. പിന്നെ ഞങ്ങളവിടെ എത്തിയപ്പം അവർക്ക് കുറേ പാക്കേജ് ഉണ്ടായിരുന്നു. പാക്കേജിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ വെള്ളത്തിലിറങ്ങുന്നതും അതും പിന്നെ കരയിലുള്ളതെല്ലാം എല്ലാത്തിനെ കുറിച്ച് സെപ്പറേറ്റ് അവർ വിശദമായി പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടതല്ല ഒന്നിച്ച് തന്നെ എടുക്കണം. അത് പാക്കേജായിട്ടായിരുന്നു വരുന്നത്. നമുക്കതിൽ പ്രായമായവർ തീരെ പ്രായമായവർ ടിക്കറ്റ് എടുക്കാതിരിക്കാനായിരിക്കും പറ്റുള്ളൂ. അവർക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും. അല്ലാത്തവർക്ക് എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നല്ല അഡ്വഞ്ചറായ എല്ലാ ഐറ്റംസും തന്നെ നമുക്കുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം പറ്റുന്നതുണ്ട്. പിന്നെ അവിടെ കുറേ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ മഴയായതുകൊണ്ട് കുറേ ഐറ്റംസ് നമുക്ക് കയറാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു അഡ്വഞ്ചറിലേക്ക് സ്പീഡില്ലല്ലേ? എന്നാ എനിക്ക് ശ്രദ്ധിക്കാൻ എവിടെ കടിക്കോ? ഒന്നും ഇതൊന്നുമില്ല, ചുമ്മാ എന്തൊക്കെയോ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതെ, സ്റ്റെപ്പിൽ ഞാൻ അതൊന്ന് പിടിക്കുന്ന പോലെ. ഗോസ്റ്റ് ഹൗസിന് അകത്തേക്ക് ഞങ്ങളുടെ ഒരു വലിയ പേടിക്കാനല്ല, എന്നാലും ചെറിയൊരു പേടി ഇല്ലാതില്ല. അന്നത്തേക്കും ഞങ്ങൾക്ക് വിശപ്പിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും സിപ്പ് ലൈനും നമ്മൾ ഓരോന്ന് കണ്ട് അങ്ങോട്ട് താഴോട്ട് നടന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഓരോ പരിപാടിയിലേക്ക് കയറാം. ഇത് ഞങ്ങൾ കാണുന്ന സിപ്പ് ലൈന്, കപ്പിൾ സിപ്പ് ലൈൻ. ഒരുപാട് സിപ്പ് ലൈനും ഒരുപാട് അഡ്വഞ്ചറും ഉള്ള നല്ലൊരു സ്ഥലമാണ് വൈത്തിരി പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് എൻജോയ്മെൻറ്റ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തു. പിന്നെ ഞങ്ങൾ നേരെ നല്ലൊരു ഭക്ഷണശാല അവർ അറേഞ്ച് ചെയ്തിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഓണസദ്യ, സ്പെഷ്യലായിട്ട് ഓണസദ്യ ഉണ്ടായിരുന്നു. ഓണസദ്യയും അതുപോലെ സാദാ ചോറും കറിയും ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ അടുത്ത സമയം കളയാനില്ലായിരുന്നു. അവിടെ ഞങ്ങൾ നേരെ കുട്ടികൾക്കായുള്ള പാർക്കിലേക്ക് പോയി. കുഞ്ഞ വീഴും, കറക്കണ്ട. ഇങ്ങോട്ട് ഇവിടെ. ഓ ഞാൻ കുഞ്ഞ് ഇതൊക്കെ അറിയിക്കോ. ബൈ.
പിടിച്ച് കയറ്. പിടിച്ച് കയറ്. എടി ഇങ്ങനെ തന്നെ പോ. ഇങ്ങനെ പോ. കമന്ന് പോ. ഇങ്ങനെ കമന്ന് പോ. ഇറങ്ങ്. കുട്ടികളെ ഞങ്ങൾ പപ്പനെ അങ്ങനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അടുത്ത സിപ്ലൈനും അതുപോലെ പാർക്കിലേക്കൊക്കെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഉച്ചനെ ഞാൻ കയറ്റിയിട്ട് ഞാൻ അതിൽ കയറ്റില്ല. എനിക്ക് സൈക്ലിങ്ങിൽ കയറണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉച്ചനെ ഞാൻ അതിൽ കയറ്റിയിട്ട് ഞങ്ങൾ കരയിലെ പരിപാടിയിൽ കഴിഞ്ഞ് നേരെ വാട്ടറിലേക്ക് ഇറങ്ങി. വാട്ടറിൽ ഞാൻ ചേട്ടായി മാത്രമേ ഇറങ്ങിയുള്ളൂ. ചേട്ടായിയും ഇച്ചയുടെ കാലിന് വയ്യാത്തതുകൊണ്ട് ഇച്ച ഇറങ്ങിയില്ല. ഞാനും ഇറങ്ങിയില്ല. കുട്ടികളും ചേട്ടായും മാത്രമേ ഇറങ്ങിയുള്ളൂ. അവർ ഹാപ്പിയായി വെള്ളത്തിൽ കളിച്ച് പാട്ടൊക്കെ വെച്ച് അടിപൊളി ഒരു പരിപാടിയായിരുന്നു വാട്ടറിലെ പരിപാടി. You know you want me. ചാടല് പെയ്യും. ഇതിൻ്റെ തന്നെയുള്ള ഞാൻ വിലക്കാണ്. എടാ പയ്യക്കാര വീഴും വീഴും. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പാർക്ക് തന്നെയാണ് വൈത്തിരി പാർക്ക്. ഒത്തിരി അഡ്വഞ്ചർ പാർക്കും അതുപോലെ
ഒരുപാട് നമുക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും കഴിക്കാം. ഒരുപാട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് വൈത്തിരി പാർക്ക്. നമുക്ക് മഴയായതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ നമുക്ക് കയറാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് 3 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ ഒരു വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അത് തീരുമാനിച്ച് വേറൊരു സ്ഥലത്തേക്ക് നേരെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഹണി മ്യൂസിയം എന്നൊരു സ്ഥലം കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഹണി മ്യൂസിയത്തിലേക്ക് പോയി. അവിടെ അതിൻ്റെ അടുത്തൊരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു, മൃഗങ്ങളുടെ ശാലയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ഈ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് പാർക്കുകൾ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഇഷ്ടംപോലെ, പിന്നെ കുട്ടികൾ ഊഞ്ഞാലൊക്കെ കണ്ടാൽ പിന്നെ അവരവിടെ നിന്ന് ഇറങ്ങിയാൽ അങ്ങനെ നേരെ അവരെ ഊഞ്ഞാലിലേക്ക് കയറ്റി അവരുടെ നമ്മുടെ ഹാപ്പിനെസ് ഇതാണ് അമ്മയുടെ എക്സ്പ്രഷൻ കേട്ടാ. ഇത് വരുന്നുണ്ടോ? കുഞ്ഞിന് കഴിഞ്ഞുണ്ടോ? ഇല്ല. എവിടെ വരുന്നുണ്ടോടാ? എടാ ഇതുകൊണ്ടോ ഇടൂ, ഇപ്പുറത്തുണ്ടോ? നീ ഇപ്പുറത്തുണ്ടോ? കുഞ്ഞാ വീട് പഠിക്കുന്നില്ലേ? ഒന്നുമില്ലേ? കാണുന്നില്ല. എടൂ കാല് നിലത്ത് കുത്തി വെക്ക്. കാലിങ്ങനെ വെച്ചോ, നല്ല സുഖമാണ്. നമ്മുടെ അഴുക്കൊക്കെ പൊക്കോളൂ. ചെരുപ്പൂരിട്ട് മിമിയുണ്ട്, മിമി വരുന്നുണ്ടോക്ക്. അമ്മയെ വഹാനം കണ്ടോ ബോബി? മോളോട് കയറി അങ്ങനെ എടാ കുഞ്ഞാറ്റ കൊടുക്കുന്നു. അതും കൊടുക്ക്.
മുകളിൽ കൂടെ കൊടുത്തോ. മോളിൽ കൂടെ മുകളിൽ കൂടെ കൊടുത്തോ. മതി മതി. ആ കൊടുക്ക്. വിട് വിട് അതിന് വിടും ഞാൻ. നനഞ്ഞിരിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് ഞങ്ങളുടെ ലാസ്റ്റ് സ്ഥലമായ ഹണി മ്യൂസിയത്തിലേക്ക് പോകും. ഈ തേനുണ്ടാക്കുന്ന പല പല അത് ഉപയോഗിച്ചിരുന്ന ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല പല ആയുധങ്ങളും ഉപകരണങ്ങളും പിന്നെ പലതരം തേനുകൾ ഓരോ എത്ര വർഷത്തിലെ തേനുകൾ അങ്ങനെ ഒരുപാട് സ്ഥലം നമുക്കവിടെ കാണാൻ സാധിക്കും. നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു. നമുക്ക് ഒരുപാട് ഉപകരണങ്ങളും അതുപോലെ തടി കൊണ്ടുള്ള ഉണ്ടാക്കിയ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പൊടികൾ ചായപ്പൊടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ പ്രദർശനമായിട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നമുക്ക് വീട്ടിൽ പോകുന്നതാണ്. ഇതല്ല വ്യൂ. ആ മലയിലേക്ക് നോക്കുക, അതാണ് വ്യൂ. അങ്ങോട്ട് അത് കാണാൻ വേണ്ടി ഒരു ഇത് വെച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് കോട ആയതുകൊണ്ട് നമുക്കൊന്നും കാണുന്നില്ല. മൊട്ടമല എടി അപ്പിടാൻ പോയതാണ്. താഴം കൊടുക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി അവിടെ ഞങ്ങൾ ചെന്നപ്പം ബിരിയാണിയും ഫ്രൈഡ് റൈസും അതേപോലെ നെയ്ച്ചോറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സോസ് അമ്മയിട്ട് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിച്ച് പിള്ളേരൊക്കെ പാതിനാട്ടിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വയനാട് ട്രിപ്പ് ഏകദേശം കഴിഞ്ഞു. ഏകദേശമല്ല, ഫുൾ ടൈം തന്നെ കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലത്തൊന്നും അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് വയനാട്ടിൽ കറങ്ങി അടിക്കാൻ പറ്റില്ല. കൂടിപ്പോയ 3 സ്ഥലം അല്ലെങ്കിൽ 4 സ്ഥലം അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.